ഹായ് ഡേയ്സ് മഹാലക്ഷ്മി പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാർക്കോ ആണെങ്കിൽ നമ്മുടെ ഉണ്ണിയുടെ പിന്നാലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കോ ആണെങ്കിൽ കണ്ണനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. നമ്മുടെ കണ്ണൻ്റെ അരിയിലേക്കാണെങ്കിൽ കണ്ണനോട് പറയുന്നുണ്ട്, എനിക്ക് സാറിനോട് കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാനുണ്ട്. സാർ എന്തായാലും ഇവിടെ ആ വൈദ്യശാലയുടെ മുമ്പിൽ എത്തണമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മാർക്കോ വിളിച്ചോടൻ തന്നെ നമ്മുടെ കണ്ണനാണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട്. അങ്ങനെ കണ്ണൻ പറയുന്നുണ്ട്, എന്താ മാർക്കോ പെട്ടെന്ന് കാണുമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാർക്കോ പറയുന്നുണ്ട്, കാര്യമുണ്ട് സാറേ, സാർ എന്തായാലും എന്നോട് ദേഷ്യപ്പെടുകയൊന്നും വേണ്ട. ഞാൻ ഉള്ളത് കാര്യം ഉള്ള പോലെ തന്നെ പറയാം. നിങ്ങളുടെ അനിയനാണെങ്കിൽ ഞാൻ അവനെ കുറേ കാലമായിട്ട് നോട്ടമിട്ടിരിക്കുകയാണ്. പിന്നെ സാറിൻ്റെ അനിയനല്ലേ എന്നോർത്ത് മാത്രം ഞാൻ അവനെ ഒന്നും ചെയ്യാതെ വിടുന്നതാണ്. പക്ഷെങ്കിൽ ഇനി അങ്ങനെ വീട്ടിൽ ശരിയാവില്ല. അവനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടും മഹാലക്ഷ്മിക്ക് ഉണ്ടാക്കുന്നത് തന്നെ. അവനെ എങ്ങനെയെങ്കിലും തളച്ചിട്ടാൽ മാത്രമേ ബാക്കിയുള്ളവരെ തളയ്ക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുകയുള്ളൂ. അവനും അവൻ്റെ ഭാര്യയുമാണ് മുൻനിരയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും പ്രവർത്തന രീതിയിൽ നോക്കി നടത്തുന്നത്. അതെന്തായാലും ഇല്ലാതാക്കിയേ മതിയാവുള്ളൂ. അതില്ലാതാക്കിയാൽ മാത്രമേ എനിക്ക് മഹാലക്ഷ്മിയെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. സാറ് പറ, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അവനെ എനിക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള അനുവാദം സാറ് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് കണ്ണനോടായിട്ട് മാർക്കോ. അപ്പോൾ മാർക്കോ പറയുന്നുണ്ട്, സാർ എന്തായാലും ഇതെനിക്ക് അനുവദിച്ചില്ലെങ്കിൽ എനിക്ക് മറ്റൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, എൻ്റെ അനുവാദത്തിൻ്റെ ആവശ്യമൊന്നുമില്ല മാർക്കോ, നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ നിനക്ക് ചെയ്യാം. ആ അവകാശം ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. അവനേക്കാളും രക്തബന്ധത്തിൽ ഞങ്ങളായിരിക്കും സഹോദരന്മാർ. പക്ഷെങ്കിൽ കർമ്മം കൊണ്ട് നീയാണ് എൻ്റെ സഹോദരനായിട്ട് വന്നത് തന്നെ. പക്ഷെങ്കിൽ അവനേക്കാളും ഏറെ ഞാൻ സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതൊക്കെ നിന്നെ തന്നെയാണ് മാർക്കോ. നിനക്ക് അതിനുള്ള എല്ലാ അവകാശവും ഉണ്ട്. നിനക്ക് ആരാണോ തെറ്റ് ചെയ്യുന്നത് അവരെയൊക്കെ നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിനൊക്കെ ഞാൻ കൂടെ ഉണ്ടാകും മാർക്കോ എന്ന് പറയുന്നുണ്ട് കണ്ണനാണെങ്കിൽ. മാർക്കോയോടാണെങ്കിൽ ഈ ഒരു കാര്യത്തിന് വേണ്ടിയായിരുന്നു ഞാൻ സാറിൻ്റെ അടുത്ത് വന്നത് തന്നെ. ഇനി എന്തായാലും അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമായിട്ട് അവൻ ഇനി കാണില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം അവനോടാണ്. പ്രതാപനെയും ഭാവനെയും മേഘനേക്കാളിലൊക്കെ ദേഷ്യം ഉണ്ണിയോട് തന്നെയായിരുന്നു. പക്ഷെങ്കിൽ സാറിൻ്റെ അനിയനല്ലേ എന്നോർത്തായിരുന്നു ഞാൻ അവനെ വെറുതെ വിട്ടുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അവനെ ഒന്ന് വിരട്ടിയാൽ തന്നെ അവൻ്റെ സ്വഭാവങ്ങളൊക്കെ മാറിക്കോളുമെന്ന് എനിക്ക് തീർച്ചയാണ്. അതുകൊണ്ട് അവൻ്റെ കാര്യങ്ങൾ ഇനി ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് മാർക്കോ ആണെങ്കിൽ അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത് തന്നെ. അങ്ങനെ എന്നും സ്ഥിരമായി വരുന്ന നമ്മുടെ ഉണ്ണിയാണെങ്കിൽ അന്ന് ബൈക്കിലായിരുന്നു അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് തന്നെ. അങ്ങനെയാണ് നമ്മുടെ മാർക്കോ അവിടെ എത്തുകയും ഉണ്ണിക്ക് നല്ലൊരു ഇടി വെച്ച് കൊടുക്കുകയും ചെയ്യുന്നത്. ഇനി മേലാൽ മഹാലക്ഷ്മീൻ്റെയും കണ്ണൻ സാറിൻ്റെ പിന്നാലെ നീ പോവരുത് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. മഹാലക്ഷ്മിയെ ഇനി വേദനിപ്പിച്ചാൽ ഇങ്ങനെയായിരിക്കില്ല ഞാൻ നിന്നെ ചെയ്യുക എന്നും ഉണ്ണിയോടായിട്ട് മാർക്കോ പറയുന്നുണ്ട്. ഇതിൻ്റെ അവസാന വാണിംഗ് ആണ് ഉണ്ണി എന്ന് പറഞ്ഞ് കണ്ണൻ്റെ അടുത്തേക്കാണെങ്കിൽ മാർക്കോ പോവുകയാണ് ചെയ്യുന്നത് തന്നെ. അതിനുശേഷമാണെങ്കിൽ പ്രതാപൻ ഒരു ഭ്രാന്തനെ പോലെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്നെ. ചെയ്തു പോയ എല്ലാ തെറ്റിനും പ്രതാപനാണെങ്കിൽ ഇപ്പോഴാണ് ശരിക്കും അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നത് തന്നെ. ഭ്രാന്തനെ പോലെ എന്നൊന്നും പറഞ്ഞാൽ പോരാ, വട്ടായിരിക്കുകയാണ് നമ്മുടെ പ്രതാപൻ ഇപ്പോഴാണെങ്കിൽ. ആരെയും തിരിച്ചറിയാനാവാത്ത അവസ്ഥയിലോട്ടാണ് പ്രതാപൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്തായാലും മെൻ്റൽ ആശുപത്രിയിൽ കിടക്കുന്ന പ്രതാപനെയായിരിക്കും അടുത്ത രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്നെ. കണ്ണൻ്റെ അച്ഛനാണെങ്കിൽ പ്രതാപനെ നല്ല രീതിക്ക് തന്നെ വട്ടം ചുറ്റിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രതാപനാണെങ്കിൽ ഒരു മണ്ടനെ പോലെ ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത് തന്നെ. മുത്തശ്ശിയാണെങ്കിൽ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. മുത്തശ്ശിയാണെങ്കിൽ പറയുന്നുണ്ട് മോഹിനിയോട്, നിനക്ക് എന്തെങ്കിലും ചെയ്തൂടെ? നിൻ്റെ ഭർത്താവല്ലേ, അവനല്ലേ ഈ അനുഭവിക്കുന്നത്, നിനക്കൊന്നും തോന്നില്ലേ മോഹിനി എന്ന് ചോദിക്കുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, നിങ്ങളോടൊക്കെ എന്തിനാണ് സഹതാപവും സങ്കടമൊക്കെ തോന്നിയിട്ട്? അത് രണ്ടും തോന്നിയിട്ട് യാതൊരു കാര്യവുമില്ല. നിങ്ങളൊക്കെ മനുഷ്യന്മാരെ രക്തം കുടിക്കാൻ വേണ്ടി ജനിച്ച രണ്ടാൾക്കാരാണ്. എൻ്റെ മോളോട് നിങ്ങൾ ഇപ്പോഴും ഓരോ ദ്രോഹങ്ങൾ ചെയ്യുന്നില്ലേ? പിന്നെ എന്തിനാണ് ഞാൻ നിങ്ങളോട് ക്ഷമിച്ചു തരുന്നത്? അങ്ങേരോട് എനിക്ക് ഒരു തരം സ്നേഹവും തോന്നുന്നില്ല, ഇപ്പം നിങ്ങളോടുമില്ല. എന്തായാലും മോൻ്റെ അവസ്ഥ നിങ്ങൾക്കുണ്ടാവാതിരിക്കാൻ വേണമെങ്കിൽ ഇപ്പോഴെങ്കിലും നന്നായിക്കോ. എൻ്റെ മോളോടുള്ള ഉപദ്രവങ്ങളൊക്കെ നിർത്തിയിട്ട് നല്ലൊരാളായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ജീവിക്കുക. അല്ലെങ്കിൽ മോനെപ്പോലെ ഇങ്ങനെ ഭ്രാന്തനെ പോലെ ജീവിക്കേണ്ടി വരും നിങ്ങൾ. പറ്റുമെങ്കിൽ നിങ്ങളും മാറിക്കോ. നിങ്ങളുടെ മകനും മാറാനുള്ള സമയമൊക്കെ ഉണ്ട്. എന്തായാലും ചെയ്ത പാവങ്ങൾക്കൊക്കെ എന്തായാലും നിങ്ങൾ അമ്മയും മുന്നും അനുഭവിച്ചിരിക്കും. അതിലേ നിങ്ങളുടെ മകൻ ഇപ്പോൾ ഈ കിടന്ന് കാണിക്കുന്നതൊക്കെ. അങ്ങനെയാണ് ഈ ഒരു സീരിയൽ റിവ്യൂ അവസാനിക്കുന്നത്. ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.